രാവിലെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയ ഇത്തിരി അപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു, അതും പിന്നെ ഇന്നലെ ഒരു ഇച്ചിരി തേങ്ങയും അരിയും കൂടെ അരച്ച് അതിപ്പം രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ കറി ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കുറച്ചിലോട്ട് മസാല ഉണ്ടാക്കി വെച്ചായിരുന്നു. സവാള വഴറ്റിയിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്ര ഇട്ടിട്ട് അത് തണുത്തതിന് ശേഷം ഇങ്ങനെ ഫ്രിഡ്ജിരുന്നു. പിന്നെ ഞാനിങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുമ്പം കടലക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് മസാല അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇച്ചിരി വെള്ളവും തേങ്ങയും എങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ മുട്ട പുഴുങ്ങി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. ചായ എല്ലാവർക്കും കൊടുത്തു. പിന്നെ അപ്പം കഴിക്കേണ്ടവർക്കെല്ലാം ഓരോരുത്തർക്കായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. പിന്നീട് തോരൻ വെക്കുന്നത് ഉരുളൻകിഴങ്ങ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഇട്ട് വഴറ്റി 1-2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കണ്ടേ, അഥവാ അടി പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ചെറിയ തീയിലിട്ടിരുന്നാൽ മതി. നമ്മുടെ തോരൻ അന്നേരം അവിടെ റെഡിയാവും. പിന്നീട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുടിക്കാൻ വെള്ളം വെക്കണമായിരുന്നു. ചരുവത്തിലുള്ള വെള്ളമൊക്കെ ക്യാനിലൊഴിച്ച് പിന്നീട് കുടിക്കാനായിട്ടുള്ള വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു, അയല മീൻ, അതൊന്ന് വെട്ടി കഴുകിയെടുക്കണം കറി മുളക് അരച്ച് കറി വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ അപ്പുറത്ത് അവിടെ വെച്ചേക്കുന്നത് പുളിവെള്ളം കേട്ടോ. മീൻ വെട്ടി അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിലിട്ടാണ് ആദ്യം കഴുകിയെടുക്കുന്നത്. ഞാൻ പുളിവെള്ളത്തിലാണ് കഴുകുന്നത്, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കഴുകാം, ഉപ്പിട്ട് കഴുകാം. അപ്പോൾ ഈ പുളിവെള്ളം ആകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉളുമ്പൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഫ്രിഡ്ജിലിരുന്ന കൂട്ടാനൊക്കെ എടുത്ത് തണുപ്പ് മാറാനായിട്ട് വെള്ളം തിളപ്പിച്ചില്ലേ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കിനൊക്കെ അത് നല്ല ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവായി ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി കറിവേപ്പില ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 3-4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പുളിവെള്ളവും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഉലുവാപ്പൊടിയും ചേർത്ത് അതൊരു 10-15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കുന്നത് ബീൻസ് തോരനാണ്. അതിനായിട്ട് ഇതിൽ തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ടൊന്ന് ഞെവിടിയെടുത്തതിന് ശേഷം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഇതിട്ട് കൊടുക്കുക. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കണ്ട, ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അഥവാ ചീനച്ചട്ടിയിൽ അങ്ങനെ അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അങ്ങാണ് ഒഴിക്കുക. ഞാൻ ഈ പാത്രത്തിൽ അരപ്പൊന്ന് പോകാൻ വേണ്ടി ഇച്ചിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് വേവുന്നെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.